ദീപക് നമ്മളിപ്പോൾ GSIയുടെ കണ്ടെത്തലുകൾ, GSIയുടെ മുന്നറിയിപ്പുകൾ എന്തുകൊണ്ട് കമ്പനി അവഗണിച്ചു എന്നുള്ളതിന് മറുപടി പറയേണ്ടത് കമ്പനിയും മേൽനോട്ട ചുമതലയുള്ള PWDയും അല്ലേ? തീർച്ചയായും അരുൺകുമാർ, അതായത് മൺകൂനയാണ് ഇടിഞ്ഞു വന്നത് എന്ന് ആദ്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ശാസ്ത്രീയമായി സംയുക്തമായി പരിശോധന നടത്തിയ GSIയുടെ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് റെമഡിയൽ മെഷേഴ്സ് ആയി പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് ഈ കട്ട് സ്ലോപ്പിലുണ്ടായ സ്ഥലത്ത് primarily evaluation of the left wall slope indicates significant instability problems primarily from the ongoing heavily rainfall എന്നാണ്. അതായത് ഈ പ്രദേശത്ത് പരിശോധന നടത്തിയപ്പോൾ ഈ ഭാഗത്ത് ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്, കൃത്യമായി മണ്ണിനൊരു സ്ഥിരതയില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം കട്ട് സ്ലോപ്പുകൾ, ആ ഭാഗത്തുണ്ടാക്കിയ ചെരുവുകൾ, ബെഞ്ച് കട്ടിംഗ് എന്നാണ് അതിന് സാങ്കേതികമായി പറയുക. ഓരോ തട്ടുതട്ടുകളായി ചെരുവിൽ റീറ്റെയിൻ വാളുകൾ, അതായത് ഈ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനെയാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുക. ആ ബെഞ്ച് കട്ടിംഗ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് സ്ലോപ്പ് ഉള്ള, അതായത് ചെരുവുകൾ കുത്തനെയാണ് നിർമ്മിച്ചതെന്നാണ് പ്രധാനമായും GSIയുടെ ഒരു കണ്ടെത്തൽ. അത് മാറ്റി റീഅസസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഈ GSIയുടെ റിപ്പോർട്ടിലുണ്ട്. കൃത്യമായി ഈ ചെരുവുകൾ കുത്തനെയാണുള്ളത്, അത് കൂടുതൽ സ്ലോപ്പായി ബെഞ്ച് കട്ടിംഗ് തട്ടുതട്ടുകളായി തിരിച്ചു വേണം അതിന് മുകളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ എന്നുള്ളത് GSI ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ചെരുവുകളിൽ, അതായത് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ റീറ്റെയിൻ വാളിൻ്റെ മുകൾ ഭാഗത്തായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോൺക്രീറ്റ് മിക്സർ മെഷീനുകളൊക്കെ ഉണ്ടായിരുന്നു. ആ മെഷീനുകളൊക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റണം എന്നും കൃത്യമായി പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചാൽ വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകും എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതനുസരിച്ച് കാഷ്വാലിറ്റികൾ, അത്യാഹിതങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വലിയ നിർമ്മാണത്തിന്റെ വാഹനങ്ങൾ അല്ലെങ്കിൽ വലിയ നിർമ്മാണത്തിനുള്ള യന്ത്രങ്ങൾ അവിടെ നിന്ന് മാറ്റണം എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതായത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: BRT reading has hardly reliable installation of automated ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. കൃത്യമായി പറയുന്നത് ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് കൃത്യമായി കട്ടിങ് നടത്തുന്നതിൽ ഒരു ഇടപെടൽ ഈ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്ന് പിഴവുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ആ മേഖലയിലുള്ള RMC റെഡി മിക്സ് കോൺക്രീറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് സ്യൂട്ടബിളി അവേ ഫ്രം ദി കട്ട് സ്ലോപ്പ്. അതായത് ഈ ചെരിവുള്ള പ്രതലത്തിൽ നിന്ന് കോൺക്രീറ്റിൻ്റെ മിക്സർ മെഷീനുകൾ അവിടെ നിന്ന് മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണം. അതോടൊപ്പം ഇത് പരിശോധന നടത്തണം, റീഅസസ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെയുള്ള ആണ് GSIയിലെ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ആ റിപ്പോർട്ട് പാടെ കമ്പനി അവഗണിച്ചു എന്നുള്ളതാണ്. കൊങ്കൺ അധികൃതർക്ക് നേരത്തെ തന്നെ GSI റിപ്പോർട്ട് ജൂൺ 14 തീയതിയാണ് നൽകിയത്. ഏതായാലും മൺകൂന ഇടിഞ്ഞല്ല അപകടമുണ്ടായത്, അവിടെയുള്ള സംരക്ഷണ ഭിത്തിയിലെ കൃത്യമായ ശാസ്ത്രീയമായ നിർമ്മാണം നടന്നില്ല. അതോടൊപ്പം വെള്ളം കൃത്യമായി വാർന്നു പോകുവാനുള്ള സുഷിരങ്ങൾ, വീപ്പ് ഹോളുകൾ ഇല്ലാത്തതും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു എന്നാണ് ഈ റിപ്പോർട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. GSI റിപ്പോർട്ട് എന്തുകൊണ്ട് കമ്പനി അവഗണിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മേൽനോട്ട ചുമതലയുള്ള PWDക്ക് ഇതിൽ ഉത്തരവാദിത്വം ഇല്ലേ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം.